കണ്ണൂർ ജില്ലയിൽ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 25 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ പെരിങ്ങോം പെരുവാമ്പ പുഴയിൽ കാണാതായ വയോധികയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 9 മണിക്ക് പുനരാരംഭിക്കും. സുനിൽ വിവരങ്ങൾ നൽകും. സുനിൽ, നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുനിൽ എവിടെയാണുള്ളത്? കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ ഇപ്പോഴും കനത്ത മഴ തുടരുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ? ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ വെള്ളക്കെട്ടിന് ശമനമില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗം ഇടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇന്നലത്തേക്കാൾ അല്പം വെള്ളക്കെട്ട് കുറവുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ആളുകൾക്ക് വീടുകളിലേക്കും മറ്റും തിരികെ വരാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റോഡിലാണ്. ശരിക്കും ആളുകൾക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ പോലും പ്രയാസമുണ്ടാവും. കാരണം ഇതിനപ്പുറത്ത് തെഴുക്കൽ പീടിക എന്ന് പറയുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് പോവേണ്ടുന്ന വഴിയാണിത്. ആ റോഡ് പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നു. അതേ തുടർന്ന് ആ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നിന്ന് വാഹനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പ്രദേശം പൂർണ്ണമായും ആ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ മുൻപ് ഭാഗത്തേക്കുള്ള വീടുകളിലൊക്കെ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് മാത്രം ഏതാണ്ട് 25ഓളം വീടുകളിൽ ആ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല ആളുകളും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ബന്ധുവീടുകളിലേക്കും മറ്റുമായി മാറി താമസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഈ വഴി ഇതുവഴി പോകുന്ന ഈ റോഡുകൾ എല്ലാം വെള്ളത്തിനടിയിൽ പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഗതാഗതമൊക്കെ പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇരുനില വീടുകളുള്ള ആളുകളൊക്കെ വീടിന് മുകളിലേക്ക് സാധനങ്ങളും മറ്റും എടുത്ത് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള ഇന്നലെ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് ഈ പ്രദേശത്ത് വള്ളവും മറ്റും ബോട്ടും മറ്റൊക്കെ എത്തിച്ചാണ് ആളുകളെ, പ്രായമായ ആളുകളെ അടക്കമുള്ള ആളുകളെ ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ നിരവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വീടുകളുടെയൊക്കെ വരാന്തയിലും ഉള്ളിലേക്കുമൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നലെ ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇതുതന്നെയാണ് ഒരു സാഹചര്യം. അതിശക്തമായി വെള്ളം കുത്തിയൊലിച്ചു വരുന്ന കാഴ്ച പലയിടങ്ങളിൽ നിന്നും കാണുന്നുണ്ട്. ഇതൊക്കെ ജനവാസ മേഖല. ഇതാണ് ഈ വീടുകളുടെ ഭാഗത്തു നിന്നൊക്കെ വെള്ളം വലിയ ശക്തമായി തന്നെ കുത്തിയൊലിച്ച് ഇവിടേക്ക് വരുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഇതുവരെ മഴ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തമാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒരുപക്ഷെ മഴയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് പൊതുവെ കാണാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ ഇനി പെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. ജില്ലയിൽ നിലവിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 25 പേരാണുള്ളത്. കണ്ണൂർ താലൂക്കിലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18 പേരെയാണ് ആകെ ഉള്ളത്. തലശ്ശേരി താലൂക്കിൽ 2 ക്യാമ്പുകളിലായി 7 പേരുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ കീഴ്ത്തള്ളി വെൽനസ് സെന്റർ, ഉരുവച്ചൽ മദ്രസ, തലശ്ശേരി കതിരൂർ സൈക്ലോൺ ഷെൽട്ടർ, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ നരിക്കൂട്ടുമല സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. അതിനിടയിൽ കണ്ണൂർ പെരിങ്ങോം പെരുവാമ്പ പുഴയിൽ ഇന്നലെ ഒരു വയോധികയെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ വൈകിട്ട് 6 മണി വരെ നടത്തിയിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അതായത് കോട്ടൂർ സ്വദേശിയായ മാധവി എന്ന് പറയുന്ന സ്ത്രീയാണ് ഇന്നലെ ഇത്തരത്തിൽ പുഴയിൽ കാണാതായിരിക്കുന്നത്. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 9 മണിയോടുകൂടി അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിലിപ്പോൾ വീണ്ടും അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മഴ അതിശക്തമായി വീണ്ടും തുടർന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം അല്പം വെള്ളം പലയിടങ്ങളിലും ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് അവിടേക്ക് വീണ്ടും വെള്ളം ഇരച്ചെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലെമ്പാടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിലാണ് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന മറ്റൊരു സ്ഥലം. കാരണം അതിശക്തമായ സ്ഥലങ്ങൾ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. ഒപ്പം ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ വെള്ളം ജലനിരപ്പ്, അതായത് പുഴയിലെ മറ്റും ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴക്കരയിൽ താമസിക്കുന്ന ആളുകളോടും മറ്റും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പറയേണ്ട ഒരു കാര്യം, ഉരുൾപൊട്ടൽ ഭീഷണിയും മണ്ണിടിച്ചിൽ ഭീഷണിയുമുള്ള നിരവധി പ്രദേശങ്ങൾ മലയോര മേഖലയിലുണ്ട്. അവിടെയൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
മറ്റൊരു കാര്യം, ഇരിട്ടി, തളിപ്പറമ്പ്, കണ്ണൂർ താലൂക്കുകളിലാണ് ഈ മഴയുടെ ദുരിതം ഏറ്റവും അധികം ഉള്ളത്. ഈ 3 താലൂക്കുകളിലും അടിയന്തരമായി ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത്തരം സെന്ററുകൾ ഒക്കെ തുറന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആസിഫ്. ശരി, സുല്ലൈസക്കിന്റെ ഫ്രെയിമിൽ ഇപ്പോൾ മഴ കനത്ത് പെയ്യുന്നത് കാണാം. രാവിലെ ഇളയാവൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതങ്ങളൊക്കെ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ രാവിലെ മഴയില്ലായിരുന്നു. മഴ കുറയുന്നു എന്നുള്ളത് ആശ്വാസകരമായൊരു വാർത്തയായിരുന്നു ആ സമയം. പക്ഷേ ഇപ്പോൾ വീണ്ടും അവിടെ മഴ കനത്ത് പെയ്യുന്നു എന്നുള്ളത് ആശങ്കയേറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സുല്ലൈസക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.